അപ്പോൾ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പാർട്ട് 2ലേക്ക് നേരെ കിടക്കാം. അപ്പോൾ ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് എന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുന്നത് കുറച്ചധികം സംഭവമുള്ളതിൽ കുറച്ചധികം ചോദ്യങ്ങൾ വരാനായിട്ട് സാധ്യതയുള്ള ഒരു മേഖലയാണ്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഉത്തരം പറയുന്നുണ്ട്, തെറ്റി പോകാനുള്ള ചാൻസും കൂടുതലുള്ള ഒരു സെക്ഷനാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പം ഇവിടെ ഞാൻ ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ വീഡിയോ ആഡ് ചെയ്ത സമയത്ത് കുറച്ച് റൊട്ടേറ്റ് ആയിട്ട് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. കാരണം എന്ന് വെച്ചാൽ പിടിക്കാനുള്ള സൗകര്യത്തിനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും Fx+a ആണ്. +a എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? പുറത്താണുള്ളത്. +a സ്ഥലത്ത് പുറത്താണുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് മുകളിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അവിടുത്തെ സിമ്പൽ ഏതാണ് സിമ്പൽ എന്ന് മനസ്സിലാക്കുക. പ്ലസ് ആണ് കൊടുത്തിട്ടുള്ളത്, മുകളിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ലെങ്ത് ആവാതിരിക്കാനായിട്ട് ഞാൻ എന്താണ് ഈ സിമ്പലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാം, നിങ്ങൾ മനസ്സിലാക്കുക. കാരണം വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനത് കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എജ്യൂപോർട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കഴിയുന്ന ലാബ് മനസ്സിലാവും. അത് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇതെടുത്ത് വായിക്കുന്നത്, ഈ നോട്ട്സ് എടുത്ത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. എന്ന് ഞാൻ ഒന്നുകൂടി പറയുന്നതാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് പറഞ്ഞു പോകാം, നിങ്ങൾക്ക് ടൈമും കൂടി സേവ് ആക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ സിമ്പിളും കൂടി ശ്രദ്ധിക്കുക. പുറത്താണ് +a വന്നിട്ടുള്ളത്, അപ്പോൾ അപ്വേർഡ്സ് ആണെന്ന് മനസ്സിലാക്കാം. അതിനെ -a ആണ് എടുക്കുന്നത്. -a സ്ഥലത്ത് പുറത്ത് a വന്നതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, മുകളിലേക്ക് താഴെയുള്ള ഷിഫ്റ്റ് ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ -a ആണ് എന്തായിരിക്കും ഇത് താഴേക്കാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് -a അല്ലെങ്കിൽ എവിടെയാണ് +a കിടക്കുന്നതെന്ന് മനസ്സിലാക്കുക. fxൻ്റെ അകത്താണോ അത് f(x) ഉണ്ടല്ലോ, ആ എക്സിൻ്റെ കൂടെയാണോ അല്ലെങ്കിൽ എക്സിൻ്റെ പുറത്താണോ എന്ന് മനസ്സിലാക്കുക. എക്സിൻ്റെ പുറത്താണെങ്കിൽ അത് മുകളിലും താഴേക്കാണ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. +a ആണെങ്കിൽ മുകളിലേക്ക്, -a ആണ് താഴേക്ക് എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് ഞാൻ അടുത്തൊരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എക്സിൻ്റെ കൂടെയാണ് കിടക്കുന്നത് കേട്ടോ. fxൻ്റെ കൂടെയാണ് ഇരിക്കുന്നത്. fxൻ്റെ കൂടെ കിടക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ഷിഫ്റ്റിംഗ് നടക്കുക. ഇങ്ങനെ ഷിഫ്റ്റിംഗ് നടക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുന്നത് +a ആണെങ്കിൽ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, -a ആണെങ്കിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഇന്നൊരു കാര്യം കൊണ്ട് പറഞ്ഞുതരാം. ഇവിടെ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കരുത് ഇപ്പം x² അല്ലെങ്കിൽ x² + 2 അങ്ങനെ ഫംഗ്ഷൻസൊക്കെ അടിച്ച് നോക്കിയിട്ടായിരിക്കും നമുക്ക് ചെയ്യുന്നത് ഇത് ചെയ്ത് നോക്കാനായിട്ട് പറയുന്നത്. അപ്പം നിങ്ങൾ ആ ഫംഗ്ഷൻ അടിച്ച് നോക്കിയിട്ട് ആ ഷിഫ്റ്റിംഗ് മനസ്സിലാക്കി ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് fx എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, നോട്ട്സിന് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. fx ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നേക്കാണ്. ഇപ്പം |x| ആണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് വെച്ചോ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ്റെ നെഗറ്റീവ് ഫംഗ്ഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു സെക്കൻഡ് ഇതിനെ നെഗറ്റീവ് ഫംഗ്ഷൻ ഇവിടെ പറഞ്ഞുതരാം. നെഗറ്റീവ് ഫംഗ്ഷൻ എടുക്കുന്ന സമയത്ത് അതായത് ഇതിൻ്റെ നെഗറ്റീവ് ഫംഗ്ഷൻ എടുക്കുക. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ നെഗറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം fxൻ്റെ നെഗറ്റീവ് ഫംഗ്ഷനാണ്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നത് ഒരു മൈനസ് വരുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഫംഗ്ഷനെ. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഇതിനെ റിഫ്ലക്സ് പോലെ ആക്ട് ചെയ്യും. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇതാണ് fx എന്ന് പറയുന്നത്, ഇതാണ് ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ -fx എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, തിരിച്ചു വന്നു. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. അത് തിരിച്ചു തരുന്നത് അതിൽ റിഫ്ലക്ഷൻ പോലെ വരും എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നേരത്തെ വീഡിയോ പറഞ്ഞാലും ഞാൻ ഇവിടെ റീഡ്രോ ചെയ്യുന്നൊന്നും എന്തില്ല, നിങ്ങളുടെ പ്രിൻറ്റിൽ വരത്തില്ല. അതിലൊക്കെ ഞാൻ റീഡ്രോ ചെയ്ത് ഞാൻ ജസ്റ്റ് എടുത്ത് സ്ലൈഡ് എടുത്ത് പറഞ്ഞിരുന്നതാണ്. പ്രിൻ്റൊക്കെ എന്ത് ചെയ്താണ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ നമ്മൾ ഇതിലൊക്കെ ഫസ്റ്റ് കമൻറ്റായിട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് കയറി നോക്കുക. രണ്ടിലും ഇല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കയറി നോക്കുക. കാരണം ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ടാണ്, വേറെ കുഴപ്പമില്ല. ബട്ട് ആഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇൻസ്റ്റയിൽ ആഡ് ചെയ്യും, ചെറിയ ഫോട്ടോസായിട്ട് ആഡ് ചെയ്യും. അത് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് എടുത്തിട്ട് ഒന്ന് വായിച്ച് പോയാലും മതി, എക്സാമിന് തലേ ദിവസമായാലും. ഓക്കെ, പിന്നെ ഒരു കാര്യം വെച്ചാൽ ഈവൻ നമ്പേഴ്സാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഫംഗ്ഷൻ്റെ അകത്തൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് ഓൾറെഡി വൈവ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഫംഗ്ഷൻ്റെ അകത്ത് മൈനസ് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈവൻ നമ്പേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഫംഗ്ഷന് അകത്ത് വരുന്ന സമയത്ത് -x വന്നതിനാൽ അവിടുത്തെ ഫംഗ്ഷൻ എന്തായിരിക്കും, അത് തന്നെയായിരിക്കും എന്ന് മനസ്സിലാക്കുക. അതിനെ fx എടുക്കുന്ന സമയത്ത് ഓഡ് ഫംഗ്ഷൻസ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ അകത്ത് വരുന്ന സമയത്ത് അത് ആ ഫംഗ്ഷനെ എഫക്റ്റ് ചെയ്യും എന്ന് മനസ്സിലാക്കുക. ഇവിടെ ആ ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്തില്ല ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട്. പക്ഷേ ഓഡ് ഫംഗ്ഷൻസ് ആകുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അത് നെഗറ്റീവ് ആവും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഫസ്റ്റ് അടുത്ത ഡൊമൈനർ റേഞ്ച് നോക്കാം. ഡൊമൈനർ റേഞ്ച് സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് ഡൊമൈൻ എന്നൊരു ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ പോസിബിൾ എക്സ് വാല്യൂസ് ആർ ഡൊമൈൻ എന്ന് മനസ്സിലാക്കുക. ഇൻപുട്ട് വാല്യൂസ് ആണ് ഡൊമൈൻ എന്നും പറയും. രണ്ട് രീതി പറയാം, രണ്ട് സെൻറ്റൻസ് പറയുന്നത് നല്ലതായിരിക്കും ടീച്ചറെ ചോദിക്കുന്ന സമയത്ത്. പിന്നെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു സെക്കൻഡ് എൻ്റെ ഇതെന്ന് എടുക്കാം.
ഓക്കെ, അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഡൊമെയിൻ, അതായത് റൂട്ട് എക്സിൻ്റെ ഡൊമെയിനും പിന്നെ 1/xൻ്റെ ഡൊമെയിനൊക്കെ റേഞ്ച്, അതായത് എല്ലാ ഫംഗ്ഷനും ഡൊമെയിൻ റേഞ്ച് ജനറലായിട്ട് പഠിച്ചിട്ട് പോകണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. അത് ഞാൻ ഒരു ബോക്സ് ആയിട്ട് കൊടുത്തേക്കാം. അത് ജസ്റ്റ് അത് പ്രിൻ്റ് എടുക്കുന്ന സമയത്തെ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു നോട്ട് എടുക്കുന്ന സമയത്ത് അതും കൂടി ഒന്ന് വായിച്ചു പോവുക. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് റേഞ്ച് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനും ഉണ്ട്. ഓക്കെ, വാട്ട് ഈസ് റേഞ്ച് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഔട്ട്പുട്ട് വാല്യൂസ് ആണെന്ന് മനസ്സിലാക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ബോക്സ്. അപ്പോൾ റേഞ്ചസ് അത് നിങ്ങൾ മനസ്സിലാക്കാം, ഔട്ട്പുട്ട് വാല്യൂസ് ആണ്. അതൊക്കെ ബേസിക്കായിട്ട് മനസ്സിലാക്കി പോവാം. ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇതിന് ഞാൻ ബേസിക് ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട്. ആ ഫംഗ്ഷനൊക്കെ എഴുതിയെടുത്തില്ലെങ്കിൽ നിങ്ങൾ പ്രിൻ്റ് എടുത്താൽ മതി. ഇനി എഴുതിയെടുക്കാവുന്ന സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് പ്രിൻ്റ് എടുക്കാം. എന്നിട്ട് ഒരു ഡൊമൈൻ റേഞ്ചൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡൊമൈൻ റേഞ്ച്. ടീച്ചർ എക്സാമിനർ വന്ന് ചോദിക്കും X² ഡൊമൈൻ എന്നുള്ള ഡയറക്റ്റായിട്ട് ചോദിക്കില്ല. നമുക്കെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്തത് ഫംഗ്ഷനിൽ നിങ്ങൾ സ്ലൈഡിൽ അല്ലെങ്കിൽ ജിയോജിബ്ര എടുത്തിട്ട് ഈ ഫംഗ്ഷൻ ഇട്ടിട്ട് നിങ്ങളടുത്ത് ചോദിക്കും ഡൊമൈൻ റേഞ്ച് എന്താണ് എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ചിലപ്പം X² + 2 ഫംഗ്ഷൻ ആയിരിക്കും. അപ്പം നമുക്ക് ഡൊമൈൻ റേഞ്ച് ചേഞ്ച് ചെയ്യും. പക്ഷെ അവിടെ നിന്ന് എക്സാമിനർ ചോദിക്കും X². ചിലപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഡൊമൈൻ റേഞ്ച് നിങ്ങൾ അവിടെ കണ്ടെത്താനായിട്ട് പഠിക്കണം. അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. നമ്മളിപ്പം ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫിലൊക്കെ, ഇത് ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫാണ്. അപ്പോൾ അതെന്ന സമയത്ത് X² + 2 എന്നൊക്കെ ഒരു സമയത്ത് എവിടെയാണ് ചോദിച്ചാൽ കണ്ട ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ അവിടുത്തെ ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ X² + 2 സമയത്ത് നിങ്ങൾക്ക് ഡൊമൈൻ ആയിട്ട് പറയുകയാണെങ്കിൽ റിയൽ നമ്പേഴ്സ് വരും. പക്ഷെ റേഞ്ച് ആയിട്ട് വരികയാണെങ്കിൽ 2 to ∞ ആണ്. ക്ലോസ്ഡ് ബ്രാക്കറ്റ് 2 to ∞ ആണ് വരുന്നത്. അപ്പോൾ അത് ഡൊമൈൻ അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് വെച്ചേക്കണം. എന്നാലേ ചോദിക്കൂ. എന്നിട്ട് അവിടെ നിന്നൊരു എക്സാമിനർ അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. നോർമൽ ആയിട്ടുള്ള X² ഫംഗ്ഷന് എന്താണ് ഡൊമൈൻ റേഞ്ച് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ മോഡുലസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഫംഗ്ഷനിങ്, അതിൽ നിന്ന് നോർമൽ ആയിട്ടുള്ള മോഡുലസ് എക്സിന് എന്താണ് എന്ന് ചോദിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. അടുത്ത ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആണ്. അതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂണിറ്റ് സർക്കിളിൽ ഏതൊരു പോയിന്റ് എടുത്താലും, യൂണിറ്റ് സർക്കിളിൽ ഏതൊരു പോയിന്റ് എടുത്താലും അതിൻ്റെ എക്സ് കോർഡിനേറ്റ് കോസ് എക്സും കോസ് തീറ്റയും അതുപോലെ തന്നെ y കോർഡിനേറ്റ് സൈൻ തീറ്റ ആണെന്ന് മനസ്സിലാക്കുക. അത് ബേസിക് പ്രോപ്പർട്ടിയാണ് പഠിച്ചേക്കുക. പിന്നെ നിങ്ങൾ ഈ സൈൻ നമ്മളിങ്ങനെ പഠിക്കാറില്ലേ, ഓൾ സിൽവർ ടീ കപ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോഡൊക്കെ പഠിച്ച് വെച്ചേക്കാം. ഞാൻ എക്സാമിനറിലൊക്കെ പല കോഡ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് ASTC കേട്ടോ, ASTC ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ ഗ്രാഫൊക്കെ വരയ്ക്കുന്ന. എന്നിട്ട് ഇവിടെ നമുക്കറിയാം, ഇവിടെ എല്ലാത്തിനും പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ സമയത്ത് സൈന് പോസിറ്റീവ് ആയിരിക്കും, ഇവിടെ സമയത്ത് ടാനിന് പോസിറ്റീവ് ആയിരിക്കും, ഇതിന് കോസിന് പോസിറ്റീവ് ആയിരിക്കും. അതൊക്കെ തന്നെയാണ് ഒരു സംഭവം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നില്ല, അത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇൻപുട്ട് ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ലാർജ് ഫംഗ്ഷനാണ് നമ്മൾ തരുന്നെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും അല്ലേ. 18π + 18π3 + 18π/3 + π/3 എന്ന് എടുക്കും. പിന്നെ 6π ആദ്യം നമുക്ക് വെട്ടിയിട്ട് 6π + π/3 എടുക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാം. അതാണ് അവിടെ കടന്നു വന്നത്. അത് നിങ്ങൾ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി പഠിക്കുക കേട്ടോ. ടീച്ചറിന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കാനൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഓക്കെ, പിന്നെ ഇത് എനിക്ക് എൻ്റെ ലാബിൽ ഇത് പഠിപ്പിക്കുന്നില്ല. ജസ്റ്റ് ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല പഠിപ്പിക്കാത്തതുകൊണ്ട്. ഇതിൽ ഇക്വേഷനൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിൻറ്റിലും വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ പ്രിൻറ്റിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റഡി നോട്ട്സ് ആയിട്ട് ഞാൻ ജസ്റ്റ് അത് എഴുതിയോണ്ട് വെട്ടിയിട്ടില്ല. അതൊക്കെ നിങ്ങൾ നോക്കാം. ഇനി അടുത്ത ഫംഗ്ഷനാണ്. ഫംഗ്ഷൻസ് ആകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഇപ്പം Fx1 x2 ഈക്വൽ ആണെങ്കിൽ x1 x2 ഈക്വൽ ആണെന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ട്. 1 ഫംഗ്ഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാം. 1 ഫംഗ്ഷൻ സമയത്ത് നിങ്ങൾക്കറിയാം, ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 2 പ്രാവശ്യം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് 1 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് അതിൽ 1 ഫംഗ്ഷൻ സമയത്ത് ഡിഫറെൻറ്റ് എലിമെൻറ്റ്സിന് ഡിഫറെൻറ്റ് ഇമേജസ് കാണണം. അതാണ് 1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കൊടുക്കണം. ഡിഫറെൻറ്റ് എലിമെൻറ്റ്സിന് ഡിഫറെൻറ്റ് ഇമേജസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് 1 ഫംഗ്ഷൻ. അതിന് എന്ന് ചോദിക്കാം. ഇനി ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു ഫംഗ്ഷൻ 1 ആവാത്തത് എന്ന് ചോദിച്ചാൽ, ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ 2 പോയിന്റ് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 1 അല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇപ്പം ഇവിടെ എടുക്കുകയാണെങ്കിൽ -2, ഇവിടെ നമുക്ക് പോയിന്റ് -2 ആണ്, ഇവിടെ നമുക്ക് പോയിന്റ് +2 ആണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ രണ്ടിനും ഒരേ പോയിൻ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞത് ഡിഫറെൻറ്റ്, അതിൽ
നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാനാണ്. ഇവിടെ 4 ആണ്, ഇവിടെ വന്നിട്ടുള്ള -2 ആണ്, ഇവിടെ വന്നിട്ടുള്ള 2 ആണ്. മനസ്സിലാക്കാം. അപ്പോൾ 2 ആണ് വന്നിട്ടുള്ളെങ്കിൽ 2 പോയിൻറ്റ്സിലും ഒരേ പോയിന്റ് വന്നു. സോ അത് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അത് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലാവുകയും ചെയ്താണ് അത് 1 1 അല്ല. പിന്നെ അല്ലാതെ നമ്മൾ നോക്കിയ സമയത്ത് -2നും 2നും എന്താണ് ഒരേ വാല്യൂ വന്നു. 1 1 ഫംഗ്ഷനാണെങ്കിൽ ഡിഫറെൻറ്റ് എലമെൻറ്റ്സിന് ഡിഫറെൻറ്റ് ഇമേജസ് വേണം. അപ്പോൾ നോട്ട് 1 1 എന്ന് മനസ്സിലാക്കാം. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഓൺ ടു ഫംഗ്ഷനാണ്. ഓൺ ടുവിൻ്റെ ബേസിക് ആയിട്ട് പ്രോപ്പർട്ടി റേഞ്ച് കോഡോമിന് എന്ത് ചെയ്യുക ഈക്വൽ ആവുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഓൺ ടു ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ റേഞ്ച് കോഡോമിന് ഈക്വൽ ആകുന്ന സാഹചര്യം. അപ്പോൾ ഇതിൽ നമുക്ക് റേഞ്ച് കോഡോമിന് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റത്തില്ല. അതിന് കാരണമൊക്കെ നിങ്ങൾക്ക് ലാബ് അറിയാം. അതായത് നിങ്ങൾ ഇതൊക്കെ നോക്കി ലാബ് കണ്ടിട്ടായിരിക്കുമല്ലോ എന്തായാലും ഇത് കാണാം. എന്നാൽ മാത്രമേ നമ്മൾ ലാബ് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുള്ളൂ കേട്ടോ. നിങ്ങൾ ലാബ് നന്നായിട്ട് ചെയ്യാൻ പഠിച്ചിരിക്കണം. അപ്പോൾ എന്നിട്ട് വേണം ഈ വീഡിയോസ് കാണാനായിട്ട്. എന്നിട്ട് എന്ന് വെച്ചാൽ ഈ വീഡിയോസ് കാണുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക കേട്ടോ. നോട്ട്സൊക്കെ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ വീഡിയോസ് കാണുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോവുക. ഓക്കെ, അത് ഈ കാര്യങ്ങളിലൂടെ കടന്നു പോവുക. എന്തുകൊണ്ടാണ് ഒരു x² ബൈജക്റ്റീവ് ആവുന്നത്? നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ഞാൻ ഇത് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്കിപ്പം നിങ്ങളടുത്ത് ചോദിക്കും x² ബൈജക്റ്റീവ് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ നോർമലി നമുക്കറിയാം x² എന്തല്ല ഒരു ബൈജക്റ്റീവ് അല്ല എന്ന് മനസ്സിലാക്കുക. ഇവിടെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇവിടെയുള്ള നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നില്ല. ഇതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുതരാം. അതായത് ഇത് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എൻ്റെ സ്വന്തം വേർഡ്സിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. പിന്നെ ഞാൻ എൻ്റെ നമുക്ക് അതായത് നമ്മൾ വീഡിയോസിൽ കണ്ടല്ലോ അതിൽ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് എൻ്റെ വേർഡ്സിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് x² ഗ്രാഫ് ഇവിടെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ x² ഗ്രാഫാണ്. x² ഗ്രാഫ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തല്ല x² ഗ്രാഫ് ഒരു ബൈജക്റ്റീവ് അല്ല. പക്ഷേ ബൈജക്റ്റീവ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണം. റെസ്ട്രിക്ഷൻ ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് x² ബൈജക്റ്റീവ് ആകുന്നത്. അപ്പോൾ നോർമലി എന്തല്ല x² ബൈജക്റ്റീവ് അല്ല. അപ്പോൾ ബൈജക്റ്റീവ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ സെറ്റ് ആണെന്ന് മനസ്സിലാക്കുക. അതിന് സെറ്റ് എടുക്കുന്ന രീതിയിൽ അത് റെസ്ട്രിക്ഷൻ അനുസരിച്ചിരിക്കും എന്ന് മനസ്സിലാക്കുക. കോമൺലി എന്തല്ല x² ഒരിക്കലും ഒരു 1 1 ഫംഗ്ഷൻ അല്ല. പക്ഷേ നമ്മൾ ഇപ്പം ഒരു റെസ്ട്രിക്ഷനൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം? നമുക്ക് ഈ x² ഗ്രാഫിനെ എന്ത് ചെയ്യാം? ബൈജക്റ്റീവ് ആക്കി മാറ്റാം. അടുത്ത ഇൻവേർട്ടിബിൾ ഫംഗ്ഷനാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്